ഇതാ ചൂടിങ്ങനെ പറക്കുകയാണ് കേട്ടോ. ഇത് എല്ലോട് കൂടി ഒരു മട്ടനാണ്. അമ്മേ കൈ കൊള്ളുന്നു. അലുവ കഷ്ടം പോലെ വെന്ത് എത്ര സോഫ്റ്റാന്ന് നോക്ക്, തൊടാൻ പറ്റുന്നില്ല. ടേസ്റ്റിന്റെ അങ്ങേറ്റം. ഞങ്ങളെ വീട്ടിലിരിക്കുന്ന കെട്ടികളുമാർക്ക് ശമ്പളം നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ 1,00,000 രൂപ ഒരു മാസം തന്നാൽ പോരാ. ഞങ്ങളുടെ പണി എന്താണെന്ന് നിങ്ങൾ കാണുന്നില്ലല്ലോ. അത് അംഗീകരിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ഇത്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടോ. ആ ഉണ്ണി കാമ്പർച്ചല്ലാന്ന് കേട്ടിട്ടുണ്ട് നിങ്ങള്? ഞാനും കേട്ടിട്ടുണ്ട്. നമ്മുടെ കൊല്ലങ്കോട് അടുത്താണ് കേട്ടാ. ഇവിടെ എന്താണെന്നറിയോ, മൊത്തത്തിലും മാങ്ങയുടെ ഒരു എന്താ പറയാ, മാങ്ങ മുതലമട ഭാഗത്തൊക്കെ ആണെങ്കിലും എന്താ പറയാ, ഇതിന്റെ ഒരു തലസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കാമ്പ്രത്ത് കേരളയാണ്. ഇവിടെ കാമ്പ്രത്ത് കേരളയിൽ ഒരു 100,000 ഹോട്ടൽസ് ഉണ്ട്. പക്ഷെ ഈ മുരളി ഹോട്ടലിൽ എപ്പോഴും ആളുകൾ തിരക്കാണ്. നമ്മളിപ്പോ വന്നിട്ട് എന്റെ നിൽപ്പന അടിച്ചിട്ട് ഒരു സീറ്റ് പിടിച്ചതാണ്, ചാടിയിരുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 8:30 ആവുമ്പോൾ ഇവിടെ മട്ടൻ കറി റെഡിയാവും. ജസ്റ്റ് മിസ് 8 മണിയായിട്ടുള്ളൂ, അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം മട്ടൻ കറി ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും സാധനങ്ങളൊക്കെ തിന്നാൻ പോവുകയാണ്. ഇവരുടെ വട ഉണ്ടോ, ഇവരൊരു സ്പെഷ്യൽ സാമ്പാറിൽ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് തരുള്ളൂ. വടേനൊന്നിട്ട് കുതിർത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 6 മണിക്ക്. അപ്പം മുതൽ ഞാൻ ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, മട്ടൻ കറി എന്ന്. മട്ടൻ കറിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സാമ്പാറിൽ ഇങ്ങനെ മുങ്ങി തപ്പിയ സാമ്പാറിനേക്കാളും വെള്ളമുണ്ട് എൻ്റെ അമ്മയുടെ വായിൽ. അപ്പൊ മട്ടൻ കറി ഇല്ലാത്തതിന്റെ വിഷമത്തില് ഒരു ഡബിൾ ഓംലെറ്റ് ചൂടോടെ കുരുമുളക് പൊടി കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചൂട് ഓംലെറ്റ് തന്നെ ഒന്ന് തിന്നു നോക്കട്ടെ. പനമേ കൊളസ്ട്രോൾ ഉണ്ടെന്നല്ലേ കുറെ പേര് പറയണ. സാരില്ല കേട്ടാ, നമ്മൾ വെറുതെ ഓംലെറ്റ് കഴിക്കണ്ട, നമ്മളൊരു വെറൈറ്റി ആയിട്ട് കഴിക്കാൻ കേട്ടോ. ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കി പൊക്കി എന്താ സംഭവം നോട്ടെ, നല്ല മുളക് ചമ്മന്തി. ഓംലെറ്റ് ആയിട്ടേ അങ്ങനെ അതിന്റെ മുകളിൽ കൂടെ വെച്ചു. ഇതാണ് ഇന്ന് എൻ്റെ ഹൈലൈറ്റ്. എന്നിട്ട് ഇതിങ്ങനെ സാൻഡ്വിച്ച് പോലെ ആക്കി മട്ടൻ കറിയുടെ ഓർമ്മയില് വെന്ത വെളിച്ചെണ്ണയും കൂടി ഇട്ടിരുന്നെങ്കിൽ സംഭവം പൊടിച്ചാണ് കേട്ടോ. അമ്മ നമ്മൾ തൈര് വട ചെയ്തിട്ടുണ്ട്, സാമ്പാർ വട ചെയ്തിട്ടില്ലല്ലോ, ഉടനെ ചെയ്യാട്ടോ. ഈ ചമ്മന്തി ഒരു രക്ഷയില്ല. എങ്ങനെയെങ്കിലും നമ്മൾ ഇതിന്റെ റെസിപ്പി അടിച്ചു മാറ്റിപ്പോകും. ഇതിലൊറ്റ കുറവ് എനിക്ക് തോന്നുള്ളൂ, നല്ല എരിവും നല്ല രുചി. നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ടാൽ സൂപ്പറായിട്ട്. ഒരു സാധനം കൂടി ഇവരെനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട് എൻ്റെ തീറ്റ കണ്ടിട്ട്. ഒരു മുളക് ചമ്മന്തിയാണ് കേട്ടോ, പച്ചമുളകിൻ്റെ ഒരു ചമ്മന്തിയാണ്. നോക്കട്ടെ, അല്ല ഇതിനകത്തും നല്ല പച്ച വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. പച്ചമുളക്, പുതിന, മല്ലിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ 2 റെസിപ്പി ചോദിച്ചിട്ട് നമ്മളിവിടെ നിന്ന് പോകത്തുള്ളൂ. ആ റെസിപ്പി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ തരുകയും ചെയ്യും. നിങ്ങളാണ് ചമ്മന്തി ഉണ്ടാക്കണേ, എനിക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ? ചുമന്ന ചമ്മന്തി ഇഷ്ടമായി, പച്ച ചമ്മന്തി ഇഷ്ടമായി, ഒന്ന് പറഞ്ഞു തരുമോ? നമ്മുടെ ആളുകൾക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാ. ചേച്ചി പേരെന്താ? ഷീബ അല്ലേ? ഇവിടെ തന്നെയാണോ വീട്? ചുമന്നതിൽ എന്താ ഇട്ടേണ്? ചെറിയുള്ളിയും വലിയുള്ളിയും, പിന്നെ തക്കാളി, ചെറിയുള്ളി, വലിയുള്ളി, തക്കാളി, മല്ലിത്തഴ, കറിവേപ്പില, സാദാ ജീരകം, എല്ലാം കൂടെ വഴട്ടും, നന്നായിട്ട് വഴട്ടി അരയ്ക്കും. പിന്നെ പച്ച വെളിച്ചെണ്ണ ഒന്നും ഇടില്ല, ലാസ്റ്റ് വേണമെങ്കിൽ ഒഴിക്കാം. പച്ച ചമ്മന്തി ഇടും. പച്ച ചമ്മന്തി പച്ചമുളക്, അതിൽ 2 ചെറിയുള്ളി ഇടും. ഒരു 10 പച്ചമുളകിന്റെ കണക്ക്. 10 പച്ചമുളക്, ഒരു 5 ചെറിയുള്ളി, തേങ്ങ ഒരു പിടി. എത്ര? ഒരു പിടി. 10 ഇതിനുള്ളത് തേങ്ങ. പിന്നെ അതിൽ ഇത്തിരി ജീരകം, അതൊരു തുണ്ട് ജീരകം, അത്രേ ഇടുള്ളൂ. മല്ലിയില, പുതിനയില ഒന്നും? മല്ലിയിലയോടും കറിവേപ്പിലയോടും കുറച്ച്. അത് വഴട്ടില്ല. അയ്യോ ഭയങ്കര ഇഷ്ടമായിട്ടോ, ഭയങ്കര ടേസ്റ്റായി. എന്നെ അറിയോ, വീഡിയോസ് ഒക്കെ കാണാറുണ്ടാ? ആണോ? അപ്പൊ ഇനി ചേച്ചിമാർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. ആണല്ലേ? മട്ടൻ കറി കിട്ടിയില്ലാന്നുള്ളൊരു വിഷമത്തിന് പോവാണെങ്കിൽ ആയിട്ടില്ലല്ലോ, 5 മിനിറ്റ് ആയില്ല എന്നുള്ളൊരു വിഷമം. സാരില്ല, ആയാ എന്താ പിന്നെ ഇവിടെ നിന്നിട്ടൊന്ന് കഴിച്ചു നോക്കാം അല്ലേ? ആയോ? ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മട്ടനാണ്. രാവിലെ തൊട്ട്. അപ്പൊ കിട്ടിയില്ല എന്നുള്ള വിഷമം ഇവരിപ്പൊ തീർന്നു വന്ന് പെട്ടെന്ന് അടിക്കാം. അപ്പൊ റെഡിയായി അല്ലേ? കണ്ടാ നല്ല ചൂട് പൊറോട്ട എവിടെയെങ്കിലും ഇങ്ങനെ കണ്ടുണ്ടോ? ആയിട്ടില്ല, ആവാത്ത അടുക്കളയിൽ വന്നിട്ട് ആക്കി തിന്നിട്ടേ പോവുള്ളൂ എന്ന്. ഓക്കെ, അത് തന്നെ. ഇനിയിപ്പോ അതിന്റെ ഒരു വിഷമം വേണ്ടെന്നില്ല എനിക്ക്. കാറിലിങ്ങനെ കുഴയണം. ചൂട്. മുരളി ഹോട്ടലിന്റെ അടുക്കളയിൽ കയറി ആവാത്ത ചൂടും എരിവും രുചിയും ഒരുമിച്ച് ചെന്നാലേ നമുക്കൊരു കറിയുടെ എന്താ പറയാ, പൊറോട്ടയും ചൂട്
നാടൻ കറി മട്ടൻ തിന്നോട്ടെ കേട്ടോ. ഭയങ്കര സോഫ്റ്റ് കേട്ടോ, ഈ മുറിക്കാൻ തന്നെ പറ്റുള്ള. അമ്മാ ചൂട് പൊങ്ങണ മട്ടൻ. അമ്മ സത്യത്തില് ഇത് കഴിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം വെറുതെ ആവുമായിരുന്നു കേട്ടോ. അത്ര പെർഫെക്റ്റ്, ഒരു രക്ഷയില്ല. 2 ഇഡ്ഡലി തിന്നു. ഇനി ഒരു തുണ്ട് സ്ഥലമില്ലാത്ത ഞാനാണ് ഇരുന്ന് തട്ടണത് കേട്ടോ. ഈ കഷ്ണം വേണ്ട, അത്ര വയറുന്നു പറഞ്ഞു. ചോറ് ഭയങ്കര ടേസ്റ്റേ, അടിപൊളി, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ചേട്ടൻ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ. ഞാൻ അടുക്കളയിൽ നിന്ന് മാക്ക് ഒച്ച ഉണ്ടാക്കണ കേട്ടോ ഓടി വന്നാണ്. എന്താ പേരെന്താ? ദേവൻ അല്ലേ? ഏത് വീഡിയോ എന്റെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്? എന്നാലും ഒരു സ്പെഷ്യൽ ചക്ക ആണല്ലേ, അടിപൊളി. നമ്മുടെ സുഖിയന്റെ കൂട്ടാണ് കേട്ടോ. അവയില് ചെറുപയറ്, ശർക്കര അല്ലേ, ഏലക്കപ്പൊടി ചേർക്കുവോ, ചുക്കുപൊടി ചേർക്കും, അവല് എല്ലാം നമ്മൾ വരട്ടിയിട്ട് ആക്കൂ അല്ലേ. എന്നിട്ട് ഇതെന്ത് മാവ്? അരിമാവാണോ? ഉഴുന്നും അരി കൂടെ മിക്സ് ചെയ്യണത് അല്ലേ. ഭക്ഷണമൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. ഞങ്ങളെ വീട്ടിലിരിക്കുന്ന കെട്ടുകളുമാർക്ക് ശമ്പളം നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ഒരു മാസം തന്നാൽ പോരാ. ഞങ്ങളുടെ പണി എന്താണെന്ന് നിങ്ങൾ കാണുന്നില്ലല്ലോ. അത് അംഗീകരിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ഇത്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടോ. 5 പേര് ആണുങ്ങളും ഒരു പെങ്ങളുമാണ്. ഈ 5 പേരുടെ ആണ് ഈ ഹോട്ടലിൽ ഇവർ മെയിനായിട്ട്. 5 പേര് ഒരുമിച്ച് ഒരു കോമ്പൗണ്ടിൽ 5 കുടുംബമായിട്ട് താമസിക്കുന്നു, കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാണ്. ഈ 5 പുരുഷന്മാർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അവരുടെ ഭാര്യമാരാണ് ഈ അടുക്കളയിൽ കണ്ട താരങ്ങൾ. അപ്പോൾ സ്വരൂപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മുരളി ഹോട്ടലിൻ്റെ പ്രത്യേകത എനിക്ക് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ രുചി, ഇവിടുത്തെ നന്മ, ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്ത, അവിടെ ആ ഒരു സംസ്കാരം പിന്തുടരാനുള്ള അവരുടെ മനസ്സ്, ഇതാണ് മുരളി ഹോട്ടലിനെ വ്യത്യസ്തമാക്കുന്ന ഒരു സംഭവം. അപ്പം നിങ്ങൾ വിചാരിക്കുക ഇതിപ്പോൾ സത്യത്തിൽ ഈ മനുഷ്യൻ പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഐ എം സോ എക്സൈറ്റഡ്. കാര്യം എന്താണെന്നറിയാം, ഭാര്യമാർക്ക് ശമ്പളം കൊടുക്കുന്ന ഭർത്താക്കന്മാർ കേട്ടല്ലോ, അവർ പണിയെടുക്കുന്നതിന് കൃത്യമായിട്ട് അവർക്ക് ശമ്പളം, ഭർത്താക്കന്മാർക്ക് ശമ്പളം, ബാക്കി പിന്നെ ഹാർട്സ് ഓഫ്.